90 കോടിയിലേറെ ഇന്റർനെറ്റ് ഉപയോക്താക്കളുള്ള ഇന്ത്യൻ മണ്ണിൽ പണ്ട് മുതലേ ശതകോടീശ്വരൻ എലോൺ മസ്കിന് ഒരു കണ്ണുണ്ടായിരുന്നു. ഒടുവിൽ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യൻ എൻട്രിക്ക് ഒരുങ്ങുകയാണ്. ഇന്ത്യയിലെ ഇന്റർനെറ്റ് വിപണി പിടിച്ചെടുക്കാനുള്ള വരവാണ് ഇതെന്നാണ് ബിസിനസ് എഴുത്തുകാരും എക്കണോമിസ്റ്റുകളും എല്ലാം വിലയിരുത്തുന്നത്. തുടക്കമെന്നോണം 5 വർഷത്തേക്കാണ് മസ്കിന് ഇന്ത്യ അനുമതി നൽകിയിരിക്കുന്നത്. മസ്കും ട്രംപും അടിച്ചു പിരിഞ്ഞതിനാൽ സ്റ്റാർലിങ്കിനുള്ള അനുമതിയിൽ ഇന്ത്യൻ നിലപാട് എന്താകും എന്ന ചർച്ചകൾ സജീവമായിരിക്കെ പൊടുന്നനെയായിരുന്നു ലൈസൻസ് അനുവദിച്ചുള്ള തീരുമാനം. സ്പേസ് എക്സിന് കീഴിലുള്ള ഉപഗ്രഹാധിഷ്ഠിത അതിവേഗ ഇന്റർനെറ്റ് സേവനം ഇന്ത്യൻ താൽപ്പര്യം സംരക്ഷിക്കുമോ ഇല്ലയോ എന്നതാണ് ഉയരുന്ന മുഖ്യ ചോദ്യം. പ്രതിപക്ഷം തുടക്കം മുതലേ സ്റ്റാർലിങ്കിന്റെ വരവിനെ എതിർക്കുന്നതിനും കൃത്യമായ കാരണങ്ങളുണ്ട്. എല്ലാവരും തിരയുകയാണ് എന്താണ് സ്റ്റാർലിങ്ക് എന്നത്. നമുക്ക് പരിശോധിച്ച് വരാം. മിന്നൽ വേഗ ഇന്റർനെറ്റാണ് സ്വാഭാവികമായിട്ടും ഈ സ്റ്റാർലിങ്ക് വഴി കിട്ടുക എന്നത് നമുക്കറിയാം. വളരെ വേഗത്തിലായിരിക്കും. ഉപഗ്രഹാധിഷ്ഠിത അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ്. 2015 ഈ സ്റ്റാർലിങ്കിന്റെ തുടക്കം എന്ന് നമ്മൾ അറിയുന്നു. ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഭാഗമാണ് സ്റ്റാർലിങ്ക് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പരമ്പരാഗത ഓപ്റ്റിക്കൽ ഫൈബർ സേവനങ്ങൾക്കുള്ള ആധുനിക ബദലാണ് ഇത്. ആഗോള ഇന്റർനെറ്റ് കവറേജ് ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതിയാണ് എന്ന് നമ്മൾ കാണണം. ഈ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് പദ്ധതി ഭൂമിയുടെ ലോ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങൾ വഴിയാകും ഇന്റർനെറ്റ് സേവനം എന്ന് അറിയാം. സ്റ്റാർലിങ്കിന് സ്വന്തമായുള്ളത് 6900 ചെറു ഉപഗ്രഹങ്ങളാണ്. 70-ലേറെ രാജ്യങ്ങളിൽ സേവനമുണ്ട് എന്നും നമ്മൾ അറിയുന്നുണ്ട്. സിഗ്നൽ പിടിച്ചെടുക്കാൻ ആൻറ്റിനയ്ക്ക് സമാനമായ ഉപകരണമാകും ഉണ്ടാവുക ഉപഗ്രഹത്തിൽ നിന്ന്. പ്രവർത്തനം സാറ്റലൈറ്റ്, ഗ്രൗണ്ട് സ്റ്റേഷൻ നെറ്റ്വർക്ക്, ഉപയോക്താവിൻ്റെ ടെർമിനൽ, ഈ രീതിയിലായിരിക്കും അത് ലഭ്യമാവുക. അതിവേഗ ഇൻ്റർനെറ്റ് സേവനം പ്രത്യേകത ലോകത്തിൻ്റെ ഏത് കോണിലും സിഗ്നൽ ഉപഗ്രഹാധിഷ്ഠിതമായതുകൊണ്ട് ലോ എർത്ത് ഓർബിറ്റിൽ 650 കിലോമീറ്റർ താഴെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുണ്ട്. എതിരാളികളുടെ സാറ്റലൈറ്റുകളെല്ലാം 35,000 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് എന്നതാണ് സ്റ്റാർലിങ്കിനെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത്. മറ്റുള്ളവർക്ക് ഡാറ്റ കൈമാറ്റത്തിന് വേണ്ടത് സ്റ്റാർലിങ്കിനേക്കാൾ 10 ഇരട്ടി സമയമാണ് എന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ അറിയുന്നത്. എങ്ങനെയായിരിക്കും നിരക്ക് എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതിവേഗ സാറ്റലൈറ്റ് സേവനമായതിനാൽ നിരക്ക് കൂടുതലാണ് എന്ന് ഇതിനകം തന്നെ നമുക്കറിയാം. പ്രതിമാസ ഡാറ്റ പ്ലാനിന് 3000 രൂപ വരെ ആയേക്കും. ഡിഷ് അടക്കമുള്ള കിറ്റിന് 33,000 രൂപ ആകും എന്നാണ് അറിയുന്നത്. ഇന്ത്യ 95.4 കോടി ഇൻ്റർനെറ്റ് വരിക്കാരുള്ള വലിയ വിപണിയാണ്. നേരത്തെ മുതൽ തന്നെ മസ്കിൻ്റെ ലക്ഷ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. ലേലമില്ലാതെ അനുമതി നൽകണമെന്ന് 2022 മുതൽ മസ്കിൻ്റെ ആവശ്യമാണ്. അതിനാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. 20 വർഷത്തേക്ക് ലൈസൻസ് നൽകണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അനുമതി നൽകുന്നതിൽ വഴിത്തിരിവായത് US-ലെ മസ്ക് മോദി കൂടിക്കാഴ്ചയാണ് എന്ന് നമ്മൾ അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. സ്റ്റാർലിങ്കിനെ ആദ്യം എതിർത്തത് ജിയോയും ഭാരതി എയർടെല്ലുമാണ്. അവർ രണ്ടുപേരും ആദ്യം എതിർത്തിരുന്നു. ലേലമില്ലാതെ അനുമതി നൽകരുത് എന്ന് നിലപാട് ഈ 2 വലിയ കമ്പനികളും എടുത്തു. മസ്ക് മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വഴങ്ങി. കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദമാണ് ഇവർക്ക് മേലുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ആദ്യം സ്റ്റാർലിങ്കുമായി കരാറിന് ധാരണയായത് എയർടെല്ലാണ്. പിന്നാലെ ജിയോയും അവരോട് ധാരണയായിട്ടുണ്ട്. മാർക്കറ്റിംഗ്, വിന്യാസം, നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തലുകളിൽ ഈ കമ്പനികൾ സഹകരിക്കും എന്നതാണ് അറിയുന്നത്. ജിയോ എയർടെൽ വഴിയുള്ള സേവന നിരക്ക് നേരിട്ടുള്ള സേവനത്തെക്കാൾ കുറവാകും എന്നതാണ് അതിലെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടത്. രാജ്യസുരക്ഷയ്ക്ക് അപകടമാണോ എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. ആശയവിനിമയ രംഗത്ത് വിദേശ കമ്പനിയുടെ സ്വാധീനം ഭീഷണിയാണ് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉപയോക്താക്കളുടെ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയുടെ കയ്യിലെത്തും. സുപ്രധാന ഓർബിറ്റൽ സ്ലോട്ടുകൾ നൽകുന്നത് രാജ്യ താൽപ്പര്യത്തിനെതിരാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ലോ എർത്ത് ഓർബിറ്റിലെ സ്വകാര്യ ഏജൻസി ഉപഗ്രഹം സുരക്ഷാ ഭീഷണിയാണ് എന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൈനിക, പ്രതിരോധ, രഹസ്യ വിവരങ്ങളിലേക്ക് കടന്നുകയറ്റ സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തന്ത്രപ്രധാന വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. സ്പെക്ട്രം അനുവദിക്കുന്നതിലെ സുതാര്യത ഇല്ലാതാകും എന്ന കാര്യങ്ങൾ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. US-ൻ്റെ അധികാര പരിധിയിലായതിനാൽ ഇന്ത്യയുടെ നിയന്ത്രണം പരിമിതമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ആദ്യം എതിർപ്പറിയിച്ചത് CPIM-ഉം തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള പാർട്ടികളാണ്. ആദ്യം മുതൽ തന്നെ ലേലം വേണ്ട എന്ന നിലപാടിലാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. ദീർഘകാലത്തേക്ക് ലൈസൻസ് അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടം പരിശോധിച്ച ശേഷം മാത്രമേ ദീർഘകാല പ്രതിബദ്ധതയിലേക്ക് പോകൂ എന്ന് പറയുന്നു. പ്രാദേശിക നിയന്ത്രണം ഉറപ്പാക്കി മാത്രം അനുമതിയെന്ന് കേന്ദ്രം പറയുന്നു. അടിയന്തര ഘട്ടത്തിൽ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുമെന്ന വ്യവസ്ഥ ഉറപ്പാക്കും എന്നതാണ് കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട്. ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ വ്യവസ്ഥ പാലിക്കുമെന്ന് ഉറപ്പാക്കും. 2025 മാർച്ച് 13 സ്റ്റാർലിങ്കിനെ സ്വാഗതം ചെയ്തു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ എക്സ് പോസ്റ്റ്. മാർച്ച് 13 ലൈസൻസിനെ കുറിച്ച് പ്രതിപക്ഷ ചോദ്യം വരുന്നതോടെ പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. യുക്രൈൻ ഒരു പാഠമാണെന്ന് പറയുന്നു ചിലർ. യുദ്ധസമയത്ത് യുക്രൈന് മസ്ക് 22,000 സ്റ്റാർലിങ്ക് ടെർമിനലുകൾ അയച്ചു നൽകി എന്ന് വാർത്തയിലുണ്ട്. പിന്നീട് ട്രംപിന് വേണ്ടി യുക്രൈനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു എന്ന് കേൾക്കുന്നു. സ്റ്റാർലിങ്ക് സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് ഉക്രൈനുമേൽ ഭീഷണി ഉയർത്തുകയായിരുന്നു. US നിർദ്ദേശിച്ച കരാറിൽ ഒപ്പുവെക്കാൻ സെലൻസ്കിയെ നിർബന്ധിച്ചത് ഈ ഒരു സമ്മർദ്ദതന്ത്രം കൂടെ ഉപയോഗിച്ചായിരുന്നു. യുക്രൈൻ്റെ രഹസ്യങ്ങൾ റഷ്യക്ക് കൈമാറുമെന്ന് പോലും മസ്ക് ഭീഷണി ഉയർത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കണ്ടത്. യുദ്ധോപകരണങ്ങളടക്കം പ്രവർത്തിക്കാതാകുമെന്നും മസ്കിൻ്റെ ബ്ലാക്ക് മെയിലിംഗ്
യുക്രൈനുമേൽ അങ്ങനെ ഉണ്ടായിരുന്നു. യുക്രൈനാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം. ഇതിന് വളരെ വേഗത്തിൽ ഇൻ്റർനെറ്റ് കിട്ടും, ഇപ്പോഴത്തേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഒരുപാട് പൈസയാകും. 3000 രൂപ ഇപ്പോൾ 300 രൂപയോ 100 രൂപയോ 200 രൂപയോ കൊടുക്കുമ്പോൾ 3000 രൂപയാകും, മൊത്തം പൈസ കൂടും. അതേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടി മാത്രമായല്ലോ ഈ ശതകോടീശ്വരന്മാർ ഇങ്ങോട്ട് വരുന്നത്. അവരൊരു സേവനം നൽകുമ്പോൾ 100,000 സേവനങ്ങൾ സംഗതികൾ അവർ അങ്ങോട്ട് എടുക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ, ഏത് നിലക്ക് കാണണം. പക്ഷേ എന്തായാലും ഇത് മുന്നോട്ട് പോകുന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ആ നിലയ്ക്ക് ഒരു അനുമതി കൊടുത്ത സ്ഥിതിക്ക്, ലൈസൻസ് കൊടുത്ത സ്ഥിതിക്ക് ഇനി മുന്നോട്ട് തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതൊരു പ്രീമിയം സേവനമായി അവസാനിക്കുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇവർ ഈ പറയുന്ന തുകയ്ക്ക് ആണ് എങ്കിൽ, ഇപ്പോൾ ഡിവൈസിന് മാത്രം ഏതാണ്ട് 33,000 രൂപയാകും, 3,000 മുതൽ 7,000 വരെയോ അതിന് മുകളിലേക്കോ ഒക്കെയാണ് പ്രതിമാസ തുക ചെലവാകുക എന്നതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയെങ്കിൽ അത് എത്രത്തോളം ആ നിലയ്ക്ക് സാധാരണക്കാരന് കൂടി അതിൻ്റെ പ്രയോജനങ്ങൾ ലഭ്യമാവുന്ന തരത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇവിടുത്തെ സേവനദാതാക്കൾ, ഇപ്പോൾ റിലയൻസ് ആയാലും മറ്റ് അത്തരം സേവനദാതാക്കളൊക്കെ സ്റ്റാർലിങ്കിൻ്റെ കൂടി സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ നിലയ്ക്ക് ഇത് നടപ്പാക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ ചെലവ് കുറഞ്ഞേക്കാം. ആദ്യഘട്ടത്തിൽ വരുന്ന ചർച്ചകളൊക്കെ എന്ന് പറയുന്നത് ഇത് DTHനെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കും, ഇവിടുത്തെ DTH സേവനങ്ങളെ, കേബിൾ TV സേവനങ്ങളെ ബാധിക്കുമെന്നൊക്കെ ആയിരുന്നെങ്കിൽ അതിൻ്റെ സാധ്യത ഇപ്പോൾ ചിത്രം തെളിയുമ്പോൾ കുറയുകയാണ് എന്നുള്ളതാണ്. കാരണം 200-300 രൂപയ്ക്ക് നടക്കുന്ന കാര്യത്തിന് 3000-ന് മുകളിലേക്ക് മുടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സാധാരണ ഇന്ത്യൻ ഗ്രാമീണരോ ഇന്ത്യൻ സാധാരണ ആളുകളോ ഒന്നും അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം എടുത്താൽ സൗജന്യ ഇൻ്റർനെറ്റ് എന്നുള്ളത് ലഭ്യമാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ കൂടി തീരുമാനിക്കുന്ന ഒരു സ്ഥിതി ഉള്ളപ്പോൾ അത് എത്രത്തോളം ഇവർക്ക് ഈ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ വിവിധ കക്ഷികൾ സംശയം ഉന്നയിച്ചതും ഇതിന് അനുമതി കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടതുമായ വിഷയങ്ങൾ സാധൂകരിക്കുന്നതാണ്, ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട് മസ്കിൻ്റെതായി പുറത്തു വന്ന വാർത്തകളൊക്കെ. ഇവിടെ ഇപ്പോൾ മണിപ്പൂരിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുമൊക്കെ അനധികൃതമായി സ്റ്റാർലിങ്കിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആ നിലയ്ക്കൊക്കെ നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ, ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യങ്ങൾ ആ നിലയ്ക്ക് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. മാത്രമല്ല, നമ്മൾ പല ആവർത്തി ഈ ട്രംപും മസ്കും തമ്മിലുള്ള പുകിലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ REXൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ്, എവിടേക്കാണ് മസ്ക് തിരിയുക എന്നുള്ളത് പ്രവചിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ കുറേ കൂടി കരുതലോടെ വേണ്ടേ ഈ വിഷയത്തിൽ നീങ്ങാൻ എന്നുള്ള സംശയം തീർച്ചയായും എനിക്കുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ OTT രംഗത്തൊക്കെ വലിയ വളർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ പ്രാദേശിക ലോക്കൽ കണ്ടൻറ്റ് കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനമായി ഈ സ്റ്റാർലിങ്ക് മാറും എന്ന് തൽക്കാലത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ സ്റ്റാർലിങ്കിൻ്റെ വരവ് കൊണ്ട് ആ ലോക്കൽ കണ്ടൻറ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇതൊരു പ്രീമിയം സംവിധാനം സേവനമായി മാത്രം വരാനായിരിക്കും സാധ്യത. ബാക്കി കാര്യങ്ങളിൽ പ്രതിഷേധം തന്നെ ഇനിയിപ്പോൾ ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയുള്ള കൂടുതൽ ചർച്ചകളും ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുമെന്ന് കരുതാം. ഇതിപ്പോൾ ഈ സ്റ്റേബിളായിട്ട് തീരുമാനം എടുക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന മുതലാളിയല്ല ഇയാൾ എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റ് സാങ്കേതിക കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോഴും ലോകത്തിന് വേഗം കൂടുകയാണ്. നമ്മുടെ രാജ്യവും ആ വേഗത്തിനൊപ്പം ഓടിയെത്തണം. നാൾക്കുനാൾ വേഗത കൂടുന്ന ലോകത്തിൽ അതിനൊപ്പം മൂല്യമേറുന്ന വസ്തുവാണ് ഡാറ്റ. നമ്മുടെ കാലത്ത് ഡാറ്റയോളം മൂല്യവത്തായി മറ്റൊന്നുമില്ല. സ്പീഡ് കൂടുന്തോറും സുരക്ഷയെപ്പറ്റിയുള്ള ആലോചനയും കൂടേണ്ടതാണ്. അതുകൊണ്ടാണ് രാജ്യസുരക്ഷയും വ്യക്തിവിവരങ്ങളുടെ സ്വകാര്യതയുമെല്ലാം സംബന്ധിച്ച് അതീവ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഈ വേളയിൽ ഉയരുന്നത്. ഇന്ത്യൻ പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ആശങ്കയെ യുക്രൈനോട് മസ്ക് ചെയ്ത ചതിയുടെ സമീപകാല അനുഭവം കൂടി ചേർത്ത് വേണം നമ്മൾ വായിക്കേണ്ടത്. സ്റ്റാർലിങ്കിൻ്റെ വരവ് ഇൻ്റർനെറ്റ് സേവനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് സംശയമേതുമില്ല. എന്നാൽ ഒരു വിദേശ കമ്പനിക്ക് തന്ത്രപ്രധാന ഓർബിറ്റൽ സ്ലോട്ടുകൾ കൈമാറുമ്പോൾ സുരക്ഷാ ഭീഷണി മറികടക്കുന്നതിനുള്ള ചട്ടങ്ങൾ പാലിക്കുമെന്ന് കേന്ദ്രം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. അത് സംബന്ധിച്ച വ്യവസ്ഥകളുടെ വിവരങ്ങൾ വൈകാതെ പൊതുസമൂഹത്തിന് കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുമെന്ന് ആശിക്കുകയും ചെയ്യാം.